വൈകാരിക പ്രബുദ്ധതയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത്. ഒന്നുകൂടി ആഴത്തിൽ അതിൻ്റെ 4 പ്രായോഗിക തലങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ഒന്നാമതായി സ്വയ അവബോധം. എനിക്കെന്താണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? എനിക്കെന്താണ് കാര്യങ്ങളോട് ഇങ്ങനെ മാത്രം പ്രതികരിക്കുവാൻ കഴിയുന്നത് എന്നൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാനുള്ള കഴിവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. കുടുംബജീവിതത്തിലും ജോലി സ്ഥലത്തുമൊക്കെ 10ഉം 15ഉം വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ പതിവായി പാടുന്ന ചില പല്ലവികളുണ്ട്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, എനിക്ക് അങ്ങനെയേ പറ്റൂ. എൻ്റെ മുൻപിലത്തെ കമ്പനിയിൽ ഇങ്ങനെയായിരുന്നു, എനിക്ക് അങ്ങനെയേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന, കടുംപിടുത്തങ്ങൾ കാണിക്കുന്ന, ഈഗോ സെൻട്രിക് ആയിട്ട് പ്രവർത്തിക്കുന്ന, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാറ്റം വരുവാൻ കഴിവില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ധൈര്യമാണോ ഒരു ബലഹീനതയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊക്കെ ഇൻ്റർവ്യൂസിൽ, പ്രത്യേകിച്ച് സ്മാർട്ട് ഇൻ്റർവ്യൂസിൽ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളവരെ, ഏറ്റവും കൂടുതൽ ഗ്രേഡുകൾ വാങ്ങിച്ചവരെ ഒക്കെ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. എങ്കിൽ ഇന്ന് കാര്യങ്ങൾ വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ പ്രൊജക്റ്റുകൾ പോലും അംഗീകരിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷനിൽ നിന്നല്ല, അത് ചെയ്യുന്ന വ്യക്തിയുടെ ഇമോഷണൽ, സോഷ്യൽ, സ്പിരിച്വൽ ബിഹേവിയറിൽ നിന്ന്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വ്യക്തിക്ക് ഇത് ചെയ്യുവാനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് പ്രധാനപ്പെട്ട പല സാഹചര്യങ്ങളിലും കോണ്ടെക്സ്റ്റുകളിലും വിലയിരുത്തലുകൾ നടക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രൊഫൈൽ നാം ഉണ്ടാക്കുമ്പോൾ പോലും അതിനകത്ത് നമ്മുടെ ഡിഗ്രികളെക്കാൾ, നമ്മുടെ വലിയ വലിയ അറിവുകളെക്കാളൊക്കെ മനുഷ്യൻ ഇന്ന് നോക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിലെ വളർച്ചയിൽ, ട്രാക്കിൽ നമ്മൾ എത്ര സ്റ്റേബിളായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് സ്വന്തമായി നാം തിരിച്ചറിയുന്ന ശക്തികളും ബലഹീനതകളും എന്തെന്ന് എഴുതുവാൻ പലപ്പോഴും നമ്മളെ അവർ പ്രചോദിപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോഴാണ്. പ്രത്യേകിച്ചും ദൈവമക്കളാകുന്ന നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ്. അത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ആ റിഫ്ലക്റ്റീവ് കപ്പാസിറ്റിയിൽ നമ്മൾ ആഴത്തിലെത്തും തോറും നമ്മുടെ വ്യക്തിത്വത്തിന് വളർച്ചയും വിജയവും കൂടി വരികയാണ് എന്നുള്ളതാണ് സത്യം. വളരെ ഈഗോ സെൻട്രിക് ആയിട്ട് ഞാനല്ലാതെ മറ്റൊരാളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പലപ്പോഴും മനുഷ്യർ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കൂടെ ജീവിക്കുന്നവരുടെ അനുഭവം വളരെ കഷ്ടകരമാണ്. കാരണം ആ കടുംപിടുത്തങ്ങളുടെ ഇരയായിത്തീരുന്ന മനുഷ്യരാണ് അവരുടെ കൂടെ ഉള്ളത്. ഞാൻ തോൽക്കില്ല, എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, ഞാൻ ഇവിടെ ഉള്ളവരെല്ലാവരെയും തോൽപ്പിച്ച് കാണിക്കാം എന്നുള്ള വാശി പലപ്പോഴും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ ചവിട്ടുപടിയാണ്. ഇതൊക്കെയാണ് നാം മാറ്റേണ്ടത്. സത്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്കും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും മറ്റുള്ളവരെ എങ്ങനെ ശരിയാക്കാമെന്നും ഓർത്ത് കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. എന്നാൽ വാസ്തവത്തിൽ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് തന്നെയാണ്. അവിടെ നിന്നാണ് മാറ്റങ്ങളുടെ തുടക്കം നമ്മിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ഉണ്ടായി വരുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ ആ തുടക്കവാക്യങ്ങളിൽ 2-3 ഒക്കെ വാക്യങ്ങളിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ട്രാൻസ്ഫോം ദ വേ യു തിങ്ക്. ട്രാൻസ്ഫോം ദ വേ യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ട്രാൻസ്ഫോം ദ വേ യു തിങ്ക് അബൌട്ട് അതേഴ്സ്. അതിൻ്റെ അടുത്ത വാക്യം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ്: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട പോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന്. സത്യത്തിൽ വൈകാരികമായ പരിജ്ഞാനത്തിൻ്റെ ഒരു പ്രധാന തലമാണ് ഇത്. സെൽഫ് അവെയർനെസ്, സ്വയ അവബോധം. അതിൽ വളരുവാൻ നമുക്ക് കൂടുതലായി ഉത്സാഹിക്കാം. രണ്ടാമത് സെൽഫ് റെഗുലേഷനാണ്. സ്വയമായി കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് ശരിയായ നിലയിലേക്ക് തിരിച്ചുവിടുവാനുള്ള കഴിവാണ്. മനുഷ്യന് അവശ്യം വേണ്ടുന്ന ഒരു പ്രാപ്തിയാണ് ഇത്. ചിലരൊക്കെ കോപിക്കുന്നതിലൊക്കെ വളരെ അഭിമാനത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്.
കോപം എൻ്റെ സ്വഭാവമാണ്, എനിക്കിങ്ങനെ പെരുമാറാൻ കഴിയൂ. എന്നാൽ ജീവിത വിജയത്തിലേക്ക് ലക്ഷ്യം വെക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കോപത്തിൻ്റെ മേൽ നിങ്ങൾ ജയം നേടിയേ കഴിയുകയുള്ളൂ. പ്രതികരണ രീതികളിൽ നിയന്ത്രണം ഉണ്ടായേ കഴിയുകയുള്ളൂ. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് എൻ്റെ വികാരങ്ങളെയും എൻ്റെ താല്പര്യങ്ങളെയും എൻ്റെ ഫീലിങ്സിനെയും ഒക്കെ തിരിച്ചറിയുക മാത്രമല്ല, അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുവാൻ, അതിന് നിയന്ത്രണങ്ങൾ വരുത്തുവാൻ, അതിന് അതിരുകൾ നിശ്ചയിക്കുവാൻ കഴിയുന്ന മനുഷ്യർ വളരെ കരുത്തുറ്റ മനുഷ്യരാണ്. അവരാണ് യഥാർത്ഥ നേതാക്കൾ എന്ന് പറയുന്നത്. അവരാണ് യഥാർത്ഥ ഇൻഫ്ലുവൻസേഴ്സ് അഥവാ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. എത്ര മല പോലെയുള്ള പ്രശ്നം വന്നാലും ഒരു ലഘുവായ ഒരു സൗമ്യമായ പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടുവാൻ കഴിയുന്ന വ്യക്തികളുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ലാഘവത്തോടെ കാര്യങ്ങളെ നേരിടുന്നു എന്നല്ല. അവർ വളരെ കാര്യപ്രാപ്തിയോടെ, കാര്യക്ഷമതയോടെ ആ കാര്യത്തെ നേരിടുവാൻ അവർ സമയമെടുക്കുന്നു, അവർ ചിന്തിക്കുന്നു, അവർ അതിന് ശരിയായ ഉത്തരം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പ്രായോഗിക ജീവിതത്തിൽ നിന്ന് പറയാം. വീട്ടിനകത്ത് എത്ര പറഞ്ഞിട്ടും വീട്ടിനകത്ത് കാര്യങ്ങളെല്ലാം കുഴഞ്ഞു കിടക്കുന്നു, വസ്തുക്കളെല്ലാം ചിതറിക്കിടക്കുന്നു, എല്ലാ സാധനങ്ങളും അവിടെ അവിടെയായിട്ട് കിടക്കുകയാണ്. നിങ്ങളൊരു പിതാവാണെങ്കിൽ, നിങ്ങൾ ആ വീട്ടിലെ മാതാവാണെങ്കിൽ, നിങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് വീട്ടിനകത്ത് എന്തുമാത്രം ഷൗട്ട് ചെയ്താലും എന്തുമാത്രം ആക്രോശിച്ചാലും ഒരുപക്ഷെ അവിടെ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ആക്രോശിക്കുന്നത് കൊണ്ടോ നെഞ്ചത്തടിക്കുന്നത് കൊണ്ടോ ഒന്നും പരിഹാരമുണ്ടാകുന്ന കാര്യങ്ങളല്ല നമ്മുടെ ചുറ്റിലുമുള്ളത്. ചിന്തിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇത്രമാത്രം കാര്യങ്ങൾ ക്രമീകരണമില്ലാതെ പോകുന്നത്, വൃത്തിയില്ലാതെ കാര്യങ്ങളെല്ലാം അലക്ഷ്യമായി കിടക്കുന്നത് എന്നൊന്ന് കാര്യഗൗരവമായി ചിന്തിച്ച് നോക്കിയാൽ ഒരുപക്ഷെ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, എല്ലാ വ്യക്തികളും അവനവനെടുത്ത വസ്തുക്കൾ തിരിച്ച് അതേ സ്ഥാനത്ത് വയ്ക്കുവാൻ ശീലിക്കുമ്പോൾ തന്നെ 50% നിങ്ങളുടെ വീടും നിങ്ങളുടെ ഓഫീസും നിങ്ങളുടെ സാഹചര്യങ്ങളും വൃത്തിയുള്ളതായി തീരും. ബാക്കിയാണ് ക്ലീനിങ്ങിൻ്റെ ബാക്കിയുള്ള എഫേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത്, ചെറിയ കാര്യങ്ങളെ നമ്മൾ വളരെയധികം വലുതായിട്ട് കാണുകയും അത് കോംപ്ലിക്കേറ്റഡായി തീരുകയും ചെയ്യുവാൻ അനുവദിക്കുന്ന സമയത്ത് വിവേകബുദ്ധിയോടെ, പരിജ്ഞാനത്തോടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതിന് എത്ര ചെറിയ ടിപ്സ് കൊണ്ട് എനിക്ക് മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളത് ചിന്തിക്കുവാനുള്ള ആ ഒരു പ്രാപ്തിയെക്കുറിച്ചാണ് ഈ സ്വയം നിയന്ത്രണം എന്ന് നമ്മൾ പറയുന്നത്. വൈകാരിക തലങ്ങളിൽ നമ്മൾ നിയന്ത്രണം പ്രാപിച്ചത് കൊണ്ട് മാത്രമേ നമ്മുടെ കൂടെ ഉള്ളവരുടെ മേൽ നമുക്ക് ഇൻഫ്ലുവൻസ് അഥവാ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കോപിക്കുന്നതിലൂടെ, ഷൗട്ട് ചെയ്യുന്നതിലൂടെ പലപ്പോഴും വ്യക്തികൾ അടുക്കുകയല്ല, ക്രമീകരണത്തിലേക്ക് വരികയല്ല, പിന്നെയോ അകലുകയും വെറുക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പോർണോഗ്രഫി വാച്ച് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ, ഒരു കുട്ടിയെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ സഭയിലോ കണ്ടു അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? ആ കുട്ടിയുടെ നേരെ ആക്രോശിക്കുക, കോപിക്കുക, വളരെയധികമായി ഷൗട്ട് ചെയ്യുക, ദൈവത്തിൻ്റെ വചനം പഠിച്ച അറിഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവം എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയത്, ഇതൊക്കെ നശിക്കുവാനുള്ള തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊട്ടിത്തെറിക്കുകയാണോ ചെയ്യുക? ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് സമ്മർദ്ദം തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുക? ചിന്തിച്ചു നോക്കാം. വാസ്തവത്തിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നത് കൊണ്ട് ചിന്തിച്ചു നോക്കൂ, ഒരു അഡിക്ഷനിൽ നിന്ന് ഒരു വ്യക്തിയെ നമുക്ക് മോചിപ്പിച്ചെടുക്കുവാൻ കഴിയുകയില്ല. എന്താണ് അവിടെ വേണ്ടത്? അവിടെ വേണ്ടത് ആ വ്യക്തിയെ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മനുഷ്യർ ഒളിച്ചോടുമ്പോൾ ആ കുറ്റത്തിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാൻ ഒരു കൈത്താങ്ങൽ തരുന്ന ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും എനിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയായി തീരുവാൻ, എ പേഴ്സൺ ഓഫ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, അങ്ങനെയായി തീരുവാൻ കഴിഞ്ഞാൽ അതാണ് വാസ്തവത്തിൽ എല്ലാ മിഷൻ്റെയും, എല്ലാ ദൗത്യ നിർവഹണത്തിൻ്റെയും അടിത്തറ ആയിത്തീരുന്ന വിഷയമെന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തേത് സ്വയ നിയന്ത്രണം, വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് തൻ്റെ ആ കഷ്ടാനുഭവങ്ങളുടെ സമയത്ത് പടയാളികൾ ചുറ്റും നിന്നപ്പോൾ ഒരു ശിഷ്യൻ ഒരു പടയാളിയുടെ കാതറുത്തു. പെട്ടെന്നുണ്ടായ ഒരു ഇമോഷനായിരുന്നു. ആ ഇമോഷൻ്റെ മുഖത്ത് നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച പ്രവർത്തനം എന്തായിരുന്നു? വേണമെങ്കിൽ ഞാനല്ലല്ലോ ചെയ്തത്, അതവിടെ ഇട്ടിട്ട് കർത്താവിൻ്റെ ആ സമ്മർദ്ദത്തിൻ്റെ, ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ അനുഭവത്തിൽ മുൻപോട്ട് പോകാമായിരുന്നു. കർത്താവ് അത് സൗഖ്യമാക്കി കൊടുത്തു.
ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വലിയൊരു പാഠമായിരുന്നു അത്. നമ്മൾ എത്ര പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലുമായാലും വളരെ കാര്യക്ഷമതയോടെ അതിനെ നേരിടുവാൻ നമുക്ക് കരുത്തു തരുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി ദൈവദത്തമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയായിരുന്നു അത്. ചിന്തിക്കാം, അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് ആഗ്രഹിക്കാം. അടുത്ത ഒരു പ്രായോഗിക തലം എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ്. നമ്മോട് കൂടെയുള്ളവരോട് ഈ ഒരു കരുണയോടെ പെരുമാറുവാനുള്ള കഴിവ്, അവരെ അറിയുവാനുള്ള കഴിവ്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും എന്നെപ്പോലെ തന്നെയല്ല എന്നുള്ള ആ തിരിച്ചറിവാണ് വാസ്തവത്തിൽ വ്യക്തിബന്ധങ്ങളിൽ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. എമ്പതി എന്നാണ് ആ വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം. എന്താണ് ഈ സഹാനുഭൂതി? നിങ്ങളുടെ വീട്ടിൽ പഠന വൈകല്യമോ പഠനത്തിനുള്ള ബുദ്ധിമുട്ടുകളോ സ്ട്രഗിളോ ഉള്ള ഒരു വ്യക്തിയുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളൊരു അധ്യാപകനോ അധ്യാപികയോ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരു കുട്ടി നിങ്ങളുടെ മുൻപിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ളവരൊക്കെ വളരെ നല്ല പ്രാവീണ്യമുള്ളവരായിരിക്കുമ്പോൾ ഈ പരിമിതിയുള്ള വ്യക്തിയോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്? ഓരോ വ്യക്തികളും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുക. ആ വ്യക്തിയുടെ അറ്റൻഷൻ ഡെഫിസിറ്റ് അവസ്ഥകൾ എന്തൊക്കെയാണ്, ശ്രദ്ധക്കുറവുകളുടെ കാരണങ്ങൾ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് അത് പ്രതിഫലിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഹൈപ്പർ ആക്ഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ആ ഒരു പ്രോംപ്റ്റിങ് എന്തുമാത്രമുണ്ട് എന്ന് തിരിച്ചറിയുക. തന്നെയുമല്ല, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ആ വ്യക്തിയിൽ ഉണ്ട്, അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, അതെങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ലോ റെസ്പോൺസീവ്നെസ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ സഹായിക്കുവാനുള്ള കഴിവ്. നമുക്കറിയാം, ജീവിതത്തിൽ വളരെയേറെ പരിമിതികളുള്ള വ്യക്തികളെ ഉന്നതരായ അച്ചീവേഴ്സായിട്ട്, നേട്ടങ്ങൾ നേടിയെടുത്തവരായിട്ട് മാറ്റിയിട്ടുള്ളവരെല്ലാവരും തന്നെ ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവരായിരുന്നു. കാരണം അവർ തങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് വളരെ എംപത്തറ്റിക്കായിട്ട് സഹാനുഭൂതിയോടെ അവരുടെ ജീവിതത്തോട് ചേർന്ന് ഒരു ജേണി ചെയ്യുവാൻ, ഒരു യാത്ര ചെയ്യുവാൻ ഒരുങ്ങിയവരായിരുന്നു. നമുക്കും മറ്റുള്ളവരെ എംപവർ ചെയ്യുന്ന ഒരു യാത്രയിൽ മറ്റുള്ളവരോട് ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരനുഭവമാണ്. ഹെലൻ കെല്ലർ എന്ന് പറയുന്ന അന്ധയും ബധിരയും മൂകയുമായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു വനിതയെക്കുറിച്ച്, വളരെ ശ്രേഷ്ഠയായ ഒരു വനിതയെക്കുറിച്ച് നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഈ പ്രധാന കഴിവുകളെല്ലാം ഇല്ലാത്തവളായി തികച്ചും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നപ്പോൾ ആനി സുള്ളിവൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ തൻ്റെ കരിയർ മാറ്റിവെച്ച് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നതാണ് ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞ മഹത് വനിതയെ ലോകത്തിന് കാഴ്ചവെക്കുവാൻ ഇടയായി തീർന്നത്. നമ്മുടെയും ജീവിതത്തിൽ കണ്ണിൻ മുൻപിലുള്ള ജീവിതങ്ങളിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. സോഷ്യൽ സ്കിൽസാണ് നാലാമതായുള്ള പ്രായോഗിക തലം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സാമൂഹ്യ ജീവിത തലങ്ങളും ബന്ധങ്ങളുടേതാണ്. ചെറുപ്പക്കാർക്കോ കുട്ടികൾക്കോ മാത്രമല്ല ഇമോഷണൽ ഔട്ട് ബ്രേക്സ് എന്നുള്ളത്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ, പെട്ടെന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മധ്യവയസ്കരും വൃദ്ധരും വരെ ഇതിനൊക്കെ ഇന്ന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് പേസിൽ പോകുന്ന ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ ആർക്കും സമയങ്ങളോ ആർക്കും ശ്രദ്ധയോ കരുതലോ ഇല്ലാത്ത ഒരു ലോക ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബന്ധങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ്. സാമൂഹ്യ ബന്ധങ്ങളിലെ സ്കില്ലുകൾ കുറയുന്നതനുസരിച്ച് വലിയ പ്രതിസന്ധികൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പ്രശ്നങ്ങളെക്കുറിച്ച് ശരിയായ നിലയിൽ ചിന്തിക്കുവാനും, അതായത് ഈ പ്രോബ്ലം സോൾവിങ്, ശ്രദ്ധിക്കുവാനുള്ള കഴിവ്, കേൾക്കുവാനുള്ള കഴിവ്, ക്ഷമയുള്ള വിചാരം, അതുപോലെ തന്നെ കാര്യങ്ങളെ അപഗ്രഥിക്കുവാനുള്ള കഴിവ്, പ്രസന്നതയോടെ നേരിടുവാനുള്ള പ്രാപ്തി, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ദൈവം ഈ കരുത്തുകളൊക്കെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇത് സാധിക്കും. നമുക്ക് സ്വയമായിട്ട് ഇത് കഴിയാത്തപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നാം ആഗ്രഹിച്ചാൽ, നാം പ്രാർത്ഥിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ ഈ വസ്തുതകൾ വളർത്തിയെടുക്കുവാൻ കഴിയും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നാം പ്രൊഡ്യൂസ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ അതാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത്. നാം പറഞ്ഞു വന്നത് ഈ 4 പ്രായോഗിക വിഷയങ്ങളെക്കുറിച്ചാണ്. വൈകാരികമായ സ്വയാവബോധം, അതോട് ചേർന്ന് മറ്റുള്ളവരെക്കുറിച്ചുള്ള അവബോധം. രണ്ടാമത് വൈകാരികമായ നിയന്ത്രണം, സ്വയനിയന്ത്രണം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സഹാനുഭൂതി. നാലാമത്തേത് സാമൂഹ്യ ബന്ധങ്ങളിലുള്ള കരുത്ത്. ഇതിൽ വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം, ആഗ്രഹിക്കാം. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ.